പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ പാചകം മുഴുവൻ രജനിയാണ്. പിന്നെ എന്തുകൊണ്ടെന്നാൽ രാവിലത്തെ എല്ലാം ഞാൻ ചെയ്തു. ഉച്ചക്കത്തെ ചോറും ഞാൻ ആക്കി വെച്ചിട്ടുണ്ട്. ചോറിന് ഊറ്റിയാൽ മതി. അപ്പോൾ ഒരു ചെറിയ സാമ്പാറും ഒരു മെഴുക്കുവരട്ടിയാണ് വയ്ക്കുന്നത്. ചെറിയ സാമ്പാറും മെഴുക്കുവരട്ടി. അപ്പോൾ പിന്നെ മോരിരിക്കുന്നു. മോരിതാ ഫ്രിഡ്ജിലേക്ക് അവിടെ എടുത്ത് മാറ്റുന്നു. അപ്പോൾ ഈ സാമ്പാറിന് ഇന്നൊരു പ്രത്യേകതയുണ്ട്. അത് പരിപ്പിട്ടിട്ടില്ല, എന്നാൽ പരിപ്പിടാത്ത സാമ്പാറാണ്. പക്ഷെങ്കിൽ കഷ്ണം എല്ലാം ഉണ്ട് കേട്ടോ. എല്ലാ കഷ്ണവും ഉപ്പും പച്ചമുളകും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ട് അടുപ്പത്ത് വെച്ച് 2 സ്റ്റീം വരുമ്പോൾ അതിലേക്ക് ഒരു പൂൾ പഴുത്ത മാങ്ങയും 1 പൂള് പച്ചമാങ്ങയും കൂടെ ഇടുന്നത്. ഇത് പുളി തൊടുന്നേ ഇല്ലാത്തൊരു സാമ്പാറാണ് ഈ സാമ്പാർ. എന്നിട്ട് ആ കഷ്ണം എല്ലാം കൂടെ ഒന്നുകൂടെ വേവിക്കണം. ഒന്നുകൂടെ ആ കഷ്ണം എല്ലാം കൂടെ വേവിച്ചതിന് ശേഷം അടുപ്പത്ത് കിടന്ന് വേവുകയാണ് കേട്ടോ. വേവിച്ചതിന് ശേഷം നമ്മൾ അത് സ്റ്റീം പോയി കഴിയുമ്പോൾ എടുത്തിട്ട് അതിലേക്ക് ഒരു സ്പൂണ് പിന്നെ അരി, പുഴുങ്ങലരി, 1 സ്പൂണ് പുഴുങ്ങലരി, 1 സ്പൂണ് കടലപ്പരിപ്പ്, ഈ നമ്മൾ ഇതിനൊക്കെ എടുക്കുകയല്ലേ കൂട്ടുകറിക്കൊക്കെ എടുക്കുന്ന ആ കടലപ്പരിപ്പ്, പിന്നെ 1 സ്പൂണ് ഒരു 1/4 സ്പൂണ് കുരുമുളക് പൊടി, ഒരു സ്പൂണ് ഉഴുന്ന് പരിപ്പ്. ഇത്രയും സാധനങ്ങൾ 2 വറ്റൽമുളകും കൂടെ നന്നായിട്ട് വറക്കണം. കറിവേപ്പില ഏറെ വേണം. നന്നായിട്ട് വറുത്തതിന് ശേഷം അതിനെ നല്ലോണം പൊടിക്കുക. പൊടിച്ചിട്ട് നമ്മൾ ഈ സാമ്പാറിൻ്റെ സ്റ്റീം പോയി കഴിയുമ്പോൾ സാമ്പാറിൻ്റെ കഷ്ണത്തിലേക്ക് അതിനെ കലക്കി ഒഴിച്ച് ഒരിത്തിരി മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടി ഇടണം. മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടെ ഇടണം. ആ കൂട്ടത്തിൽ ഒരല്പം കായപ്പൊടി, ഉലുവാപ്പൊടി, എന്നിട്ട് യോജിപ്പിച്ച് ഉപ്പൊക്കെ നോക്കി ഈ പഴുത്ത മാങ്ങ 1 പൂളും പച്ചമാങ്ങ 1 പൂളുമാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. ഇതെല്ലാം കൂടെ യോജിപ്പിച്ചെടുത്തിട്ട് കുറച്ചേറെ 1 പിടി ചെറിയുള്ളി പൊടിയായിട്ട് അരിഞ്ഞിട്ടിട്ട് നമ്മൾ അത് പിന്നെ വറ്റൽമുളകും കറിവേപ്പിലയും ഒക്കെ കൂടെ ഇട്ട് കടുക് താളിച്ചിട്ട് ഇതിലേക്ക് ഒഴിക്കുക. എന്ത് ടേസ്റ്റാണെന്നറിയാം ആ കൂട്ടാൻ. ഇന്ന് ഒരുപാട് കൂട്ടാനൊന്നും വെക്കുന്നില്ല, കാരണം ബാലൻസ് ഇരുന്നാൽ നമ്മൾ ഇന്ന് വൈകിട്ട് നമുക്ക് ആവശ്യമില്ലല്ലോ, അതുകൊണ്ട്. അപ്പോൾ ഇന്ന് രാവിലെ ആണെങ്കിൽ പിന്നെ നടക്കാനൊക്കെ പോയി വന്നു കഴിഞ്ഞ് രാവിലെ മുറ്റുപടിയും വെള്ളം നനയ്ക്കലും ഒക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് ഞാൻ പിന്നെ ഈ കടല് പുട്ടുമായിരുന്നു ഇന്ന്. അത് കഴിഞ്ഞിട്ട് പിന്നെ ജീരകവെള്ളം ചുക്കുവെള്ളമൊക്കെ കുടിക്കാൻ വെച്ചു. അതിന് ശേഷം അരിയിട്ടു. പിന്നെ ഞാൻ ഭക്ഷണം കഴിച്ചു. ഇതെല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് നമ്മുടെ രജനി വന്നു. ഇനിയിപ്പോൾ അവളോട് ഞാൻ പറഞ്ഞു കൊടുത്ത് ഇന്ന പോലെ വെക്കണം ഈ കറിയെന്ന്. അപ്പോൾ അവൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ്. ഇനി എനിക്ക് റെഡിയാകണം, പോകാനുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്യണം. 1:30 മണിയാകുമ്പോഴത്തേക്ക് ഡ്രൈവർ വരും. പിന്നെ എൻ്റെ പേരക്കുട്ടികൾ തൊട്ടടുത്ത് താമസിക്കുന്നുണ്ടല്ലോ, അവരും വരും. ഞങ്ങളെല്ലാവരും കൂടെ ഒരു യാത്ര പോവുകയാണ് എല്ലാവരും. പിന്നെ ഈ വീഡിയോ കാണണം. പിന്നെ ഞാൻ വേറെ ഇന്നെന്താണെന്ന് വെച്ചാൽ എൻ്റെ മുഖമൊക്കെ ഡള്ളായിട്ടിരിക്കുകയായിരുന്നു. അപ്പം ഞാൻ ഒരു ചെറിയ ബ്യൂട്ടി ടിപ്പ് ചെയ്യുന്നുണ്ട്. അതായത് ഒരു തക്കാളി എടുക്കുക, 2ആയിട്ട് മുറിക്കുക. അതിൽ 1 മുറി കൊണ്ട് നമ്മുടെ മുഖം വളരെ നന്നായിട്ട് ഒന്ന് തേച്ച് പിടിപ്പിച്ച് മുഖം ഒന്ന് ക്ലീൻ ചെയ്ത് വാഷ് ചെയ്യുക. ഒരു ബ്ലീച്ചിങ് എഫക്റ്റ് കിട്ടാൻ വേണ്ടിയാണ്. അതിനുശേഷം നമ്മൾ ബാക്കി 1 മൂടി തക്കാളിയിൽ ഒരല്പം പഞ്ചസാരയും കാപ്പിപ്പൊടിയും കൂടെ യോജിപ്പിച്ചിട്ട് ആ 1 മൂടി അതിൽ മുക്കിയിട്ട് നമ്മുടെ ഫേസ് നന്നായിട്ട് മസാജ് ചെയ്ത് വിടുക. അതിനുശേഷം അത് ഒരു 10 മിനിറ്റ് കഴിയുമ്പം കഴുകി കളഞ്ഞ് തുടയ്ക്കുക മുഖം. എന്ത് സൂപ്പറായിരിക്കും എന്നറിയാം. അടിപൊളി ഒരു പാക്കാണ് ഇത് കേട്ടോ. നിങ്ങളെല്ലാവരും ഇത് ചെയ്യണം. ഇതൊരു ഫേഷ്യലോ അങ്ങനെയുള്ള ഒന്നുമല്ല, മുഖം ഒന്ന് ക്ലീൻ ആകാൻ വേണ്ടിയുള്ള ഒരു കാര്യമാണ് നമ്മൾ ചെയ്യുന്നത്. അത് മിക്ക ദിവസങ്ങളിലൊക്കെ നമുക്ക് 1-2 ദിവസങ്ങളിലൊക്കെ ചെയ്യാവുന്ന കാര്യമാണ്. ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ കുഞ്ഞു വീഡിയോ. പിന്നെ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖവും സമാധാനവും എന്ന് കരുതുന്നു. പിന്നെ നമ്മുടെ അടുക്കളയൊക്കെ വളരെ പഴയ അടുക്കളയാണ്. അതുകൊണ്ട് അവിടെ ഇവിടെയൊക്കെ പൊട്ടിയിട്ടും പൊളിഞ്ഞിട്ടും ഒക്കെ ഉണ്ട്. നിങ്ങളൊന്നും വിചാരിക്കേണ്ട കേട്ടോ. ഇനിയിപ്പോൾ ഇതൊന്ന് റിപ്പയർ ചെയ്യണമെന്നും വിചാരിക്കുന്നു, വേണ്ടെന്നും വിചാരിക്കുന്നു. ചിലപ്പം നല്ല അടുക്കളയാക്കും, അല്ലെങ്കിൽ ഇതേപോലെ ഞങ്ങളുടെ കാലം വരെയും കിടക്കട്ടെന്നും വിചാരിക്കും. അങ്ങനെയൊക്കെ ഇരിക്കുന്നു ഇന്ന്. പിന്നെ നിങ്ങളെല്ലാവരും എൻ്റെ ചാനലൊക്കെ എൻ്റെ വീഡിയോ ഒക്കെ കാണണം, എൻ്റെ ചാനലിനെയൊക്കെ സപ്പോർട്ട് ചെയ്യണം.
എല്ലാവർക്കും ഒരു സുദിനം നേർന്നുകൊണ്ട് ഈ കുഞ്ഞു വീഡിയോ, ഇന്നത്തെ കുഞ്ഞു വീഡിയോ, അതായത് പച്ചമാങ്ങയും പഴുത്ത മാങ്ങയും കൂടിയിട്ടുള്ള ഒരു സാമ്പാറും, പിന്നെ ഒരു മെഴുക്ക് വരട്ടി, പിന്നെ തൈരൊക്കെ ഇരിപ്പുണ്ട്. ഇതെല്ലാമാണ് ഇന്നത്തെ ഉച്ചക്കത്തെ വിഭവങ്ങൾ. അരി വാർക്കാൻ പോകുന്നു, സാമ്പാർ അടുപ്പത്ത് കിടന്ന് വേകുന്നു. പിന്നെ രജനിയെ കാണുന്നില്ല നിങ്ങളൊക്കെ പറയുന്നില്ലേ. എന്താ വെച്ചാൽ രജനിക്ക് വീഡിയോയിലൊന്നും വരാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് അവളെ ഞാൻ കാണിക്കാത്തത്. നിങ്ങളൊന്നും വിചാരിക്കരുത്, അവൾ എൻ്റെ കൂടെ തന്നെ എന്നോടൊപ്പം ഉണ്ട്. പക്ഷേ വീഡിയോയിൽ എടുക്കുന്ന കാര്യങ്ങളിലൊന്നും അവൾ പ്രവേശിക്കാറില്ല, അവളെ പ്രവേശിപ്പിക്കുന്നുമില്ല. ഒരാൾക്ക് ഇഷ്ടമില്ലാത്ത നമ്മളെന്താ ചെയ്യുന്നതല്ലേ. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ആ ബ്യൂട്ടി ടിപ്പ് നിങ്ങൾ ചെയ്യണം. ഇതൊരു സ്പെഷ്യൽ ടിപ്പാണ്, കാരണം എൻ്റേതായ സ്വന്തം ടിപ്പ്. ഒരു തക്കാളി എടുക്കുക, മുഖം കഴുകി തുടച്ച് വൃത്തിയാക്കിയിട്ട് ഒരു തക്കാളി എടുക്കുക. ആ തക്കാളിയുടെ പകുതി കൊണ്ട് നമ്മൾ നന്നായിട്ട് പിന്നെ മുഖം ഒന്ന് ബ്ലീച്ച് ചെയ്യുന്ന പോലെ ഒന്ന് വൃത്തി ക്ലീൻ ചെയ്യുക. അതിനുശേഷം മുഖം കഴുകിയിട്ട് ആ തക്കാളിയുടെ ബാലൻസ് ഉള്ള ഹാഫ് പോർഷൻ ഭാഗം നമ്മൾ ഒരു 1/4 സ്പൂണ് കാപ്പിപ്പൊടി, 1/4 സ്പൂൺ പഞ്ചസാര, നല്ല മിനുസമുള്ള പഞ്ചസാര വേണം, അതും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഈ തക്കാളിയുടെ ബാക്കിയുള്ള ഭാഗം നമ്മൾ അതിൽ മുക്കിയിട്ട് നമ്മുടെ മുഖം നന്നായിട്ട് ഒന്ന് മസാജ് ചെയ്ത് വിടുക. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ നമ്മുടെ മുഖം ഒരു 5-10 മിനിറ്റ് വേണേൽ ആയിക്കോട്ടെ, നമ്മുടെ മുഖം നന്നായിട്ട് ഒന്ന് മസാജ് ചെയ്ത്, അതിനിടെ ഞാൻ മറന്നുപോയി, അതിന് മുഖം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കയ്യിൽ 2 തുള്ളി വെളിച്ചെണ്ണ ഒറ്റിച്ചിട്ട് ആ വെളിച്ചെണ്ണ കൊണ്ട് നമ്മുടെ മുഖം നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കണം. പിന്നെ അത് നിങ്ങൾ കുളിക്കുമ്പം കഴുകി കളഞ്ഞാൽ മതി, അത് പെട്ടെന്ന് കഴുകണമെന്നൊന്നുമില്ല. ഇതൊന്നും ബ്യൂട്ടി ടിപ്പുകളൊന്നുമല്ല, ഞാൻ ചെയ്യുന്ന ചില മുഖ സംരക്ഷണ രീതികളാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയത്. എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് നിങ്ങളുടെ സരസ്വതി ടീച്ചർ. താങ്ക് യു സോ മച്ച്.